കുട്ടികളെ നമസ്കാരം. സ്ഥലം, കുലം, മുഖം, ന്യായം എന്നിവ നോക്കി വേണം സംസാരിക്കാൻ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഹിതം മനോഹാരിച്ച ദുർലഭം വച, അതായത് കേൾക്കുന്നവന് ഇഷ്ടപ്പെടുന്നതും മനോഹരവുമായ വാക്ക് വളരെ കുറവാണ് എന്ന് ചുരുക്കം. പിന്നെ അനുദ്വേഗകരം വാക്യം, പറയുന്ന വാക്കുകൾ സംഭ്രമത്തെ ഉണ്ടാക്കുന്നതാവരുത്. പിന്നെ സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ എന്നുള്ള ആ ശ്ലോകം ഞാൻ നിങ്ങളോട് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ ശിഷ്ടാചാരപ്രകാരം എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയരുത്, എങ്ങനെ പറയരുത് എന്ന വിഷയത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അവ ഉറവങ്കര വളരെ ഒരു ശ്ലോകത്തിൽ ഒതുക്കി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് ബാലോപദേശത്തിലെ 2-ാം ഖണ്ഡത്തിൽ 17-ാം ശ്ലോകത്തിൽ കാണാം. ശ്ലോകം ഇതാണ്: ഏറെ കഥിക്കരുത് വാരമിരുന്നിടുന്ന മാറുച്ചരിക്ക കരുതി കുറവും വരാതെ, മാറിക്കഥിക്കരുതൊരിക്കലുരച്ച തസ്മം കീറി കുറിച്ച ലിപി എന്ന വിധം വരേണം. ഇതിൻ്റെ അന്വയം നോക്കാം. ഏറെ കഥിക്കരുത്, വാരമിരുന്നിടുന്ന വാറ് കരുതി കുറവും വരാതെ ഉച്ചരിക്ക, ഒരിക്കൽ ഉരച്ചത് മാറിക്കഥിക്കരുത്, അത് അസ്മം കീറി കുറിച്ച ലിപി എന്ന വിധം വരേണം. ഇതിൻ്റെ അർത്ഥം വളരെ എളുപ്പമാണ്. ഏറെ, അതായത് വളരെ അധികമായിട്ട് കഥിക്കരുത്, പറയരുത് അർത്ഥം. അതായത് വാതോരാതെ സംസാരിക്കുന്ന ശീലം ഉണ്ടാവരുത്. അങ്ങനെ തുടങ്ങിയാൽ ഒന്നുകിൽ അത് ആത്മപ്രശംസയിൽ ചെന്നെത്തും, അല്ലെങ്കിൽ പരദൂഷണവും. രണ്ടും മോശമാണ്. അപ്പോൾ അധികം സംസാരിക്കരുത് എന്ന് ചുരുക്കം. പിന്നെ പറയണം എന്നുണ്ടെങ്കിൽ ഏതുപോലെ വേണം? വാരമിരുന്നിടുന്ന വാറ് ഉച്ചരിക്ക, വാരം ഇരിക്കണ പോലെ. വാരം എന്ന് പറഞ്ഞെങ്കിൽ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ ഒരു വഴിപാട് പോലെയാണ്. വേദത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് അത് ഉച്ചരിക്കലാണ്. അത് ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളും ഒക്കെ ആയിട്ട് അത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. വളരെ നിഷ്കർഷയായിട്ട് പറയേണ്ടതാണ്. അതിൽ കുറവും വരാൻ പാടില്ല. എത്ര ഭാഗം പറയണം എന്നൊരു കണക്കുണ്ട്. അത് പ്രകാരം കുറവ് വരാതെ അത് പറയും വേണം. അപ്പം അതാണ് നമ്മൾ സംസാരിക്കണത് എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ കണക്കാക്കി അത് ശ്രോതാവിന് പ്രഥമ ശ്രവണത്തിൽ തന്നെ അർത്ഥം മനസ്സിലാവുന്ന വിധത്തിൽ പറയും വേണം. അതാണ് വാരമിരുന്നിടുന്ന മാറ് ഉച്ചരിക്ക എന്ന്. അങ്ങനെ പറയണം. കുറവ് വരാനും പാടില്ല. അപ്പം അധികം സംസാരിക്കരുത് വിചാരിച്ച് മിണ്ടാതിരിക്കാം എന്നും അങ്ങനെയും ഇരിക്കാൻ പാടില്ല എന്നർത്ഥം. അതായത് ഉള്ളത് ഉള്ളതുപോലെ പറയുക, പൊടിപ്പും തൊങ്ങലും വെച്ച് പറയണ്ട എന്നർത്ഥം. പിന്നെ പറയുന്ന കാര്യം അത് വളരെ പ്രധാനമാണ്. ഒരിക്കൽ ഉരച്ചത്, അതായത് ഒരു തവണ പറഞ്ഞത് പിന്നീട് മാറിക്കഥിക്കരുത്, പിന്നെ അത് മാറ്റി പറയരുത്, വേറൊരു വിധത്തിൽ പറയരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മാറിപ്പറയാൻ പാടില്ല എന്നർത്ഥം. അത് കാരണം പിന്നെ പറയാം എന്താ കവി, വാക്ക് പറഞ്ഞാൽ അത് അശ്മം, അതായത് കല്ല്, അതിൽ കീറി കുറിച്ച ലിപി, അത് കല്ലിൽ ഉളി കൊണ്ടോ കൊത്തി വെച്ചുള്ള അക്ഷരം പോലെ. അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം അക്ഷരം. അപ്പോൾ ഈ ലിപി പോലെ ആവണം നമ്മൾ പറഞ്ഞ വാക്കുകൾ. ഈ ലിപിക്ക് എന്താ പ്രത്യേകത?
കല്ലിൽ കുത്തിവെച്ചാൽ അതവിടെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. പെട്ടെന്നൊന്നും അനവധി കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ലേശം തേയ്മാനം വരുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ തെളിഞ്ഞ് അവിടെ കിടക്കും. ജലരേഖ പോലെയോ അല്ലെങ്കിൽ സികതരേഖ പോലെയോ അല്ല എന്നർത്ഥം. ജലരേഖ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എഴുതിയത്. വിരലിട്ട് എടുക്കുമ്പോഴേക്കും വെള്ളം ആദ്യം വന്ന് നിറയും. ഇന്ത്യ അക്ഷരം എഴുതിയതെന്ന് മനസ്സിലാവില്ല. മണലിൽ എഴുതുകയാണെന്ന് വെച്ചാൽ എഴുതുമ്പോൾ അത് വളരെ തെളിഞ്ഞ് കാണും. പക്ഷേ ചെറിയൊരു കാറ്റ് വന്നാൽ ആ മണലിൻ്റെയൊക്കെ സ്ഥലം മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ അക്ഷരം എന്താന്ന് മനസ്സിലാവേണ്ടാവും. അപ്പം അതുപോലെ കല്ലിൽ അല്ലെങ്കിൽ ചെമ്പ് തകിടിൽ എഴുതി വെച്ച പോലെ അത് ഒരു മാറ്റം പിന്നീട് വരാത്ത വിധത്തിൽ പറയണം. അങ്ങനെ മനസ്സിരുത്തി കാര്യങ്ങൾ പറയണം എന്നാണ് ഉറവങ്കര. ചുരുക്കി പറഞ്ഞാൽ അധികം സംസാരിക്കരുത്, വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ഉച്ചരിച്ച് ഏറ്റക്കുറവുകളില്ലാതെ കഴിയുമെങ്കിൽ പ്രഥമ ശ്രവണത്തിൽ തന്നെ ശ്രോതാവിന് അർത്ഥം മനസ്സിലാവുന്ന വിധത്തിൽ പറയണം. ഒരു തവണ പറഞ്ഞത് പിന്നീട് മാറ്റി പറയാൻ പാടില്ല. ഇത്രയും കാര്യമാണ് കവി നമ്മളെ ഈ ശ്ലോകം കൊണ്ട് ഉപദേശിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഏറെ കഥിക്കരുത് ഭാരമിരുന്നിടുന്ന മാറുച്ചരിക്ക കരുതി കുറവം വരാതെ മാറിക്കഥിക്കരുതൊരിക്കലുരച്ചതാശ്മം കീറിക്കുറിച്ച ലിപിയെന്ന വിധം വരേണം. കുട്ടികളെ, മിതവും സാരവത്വമായ കാര്യങ്ങൾ യുക്തിപൂർവം പറയുന്ന ആളെയാണ് വാഗ്മി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വാഗ്മിയാവണമെങ്കിൽ ഈ ശ്ലോകം അർത്ഥം മനസ്സിലാക്കി പഠിച്ച് അത് പ്രാവർത്തികമാക്കിയാൽ മതി. അത്രയും മനോഹരമായിട്ടാണ് എങ്ങനെ സംസാരിക്കണം എന്ന കാര്യം ഉറവങ്കര പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം പഠിച്ചു വയ്ക്കാം. ബാക്കി കാര്യങ്ങൾ നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.